ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ പേര് കഴിഞ്ഞ ദിവസം ഞാൻ ലൈവിൽ ഇങ്ങനെ എൻ്റെ വയ്യാഴികയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അതെന്നായിരുന്നു കാര്യങ്ങളെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി പേര് ലൈവിലൂടെയും പിന്നെ അല്ലാതെ വീഡിയോയിലൂടെയൊക്കെ വന്നിച്ച് പറഞ്ഞു ആ ഡോക്ടറുടെ നമ്പർ ഒന്ന് തരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഓർത്ത് ലൈവിൽ അങ്ങ് പറയാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ ഞാൻ ഓർത്ത് ലൈവ് എന്ന് പറയുമ്പോഴത്തേക്ക് 1 മണിക്കൂറുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്കൊന്ന് നമ്പർ തരപ്പി പിടിക്കാനായിട്ട് പിന്നീട് കാണുന്നവരാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതേസമയം ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നമ്പരും എടുക്കാം, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യാം. ലൈവ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ എല്ലാവരും ചോദിക്കുന്ന റിപ്ലൈ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതും കൂടെ വരുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ബോറടിക്കുമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെട്ടോട്ടെ എന്നോർത്താണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഡിസ്കിൻ്റെ പ്രശ്നത്തിനായിട്ടുള്ള ഒരു ഇതാണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വേദന എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ വേദന എത്ര മാത്രം ഉണ്ടെന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുന്നപ്പം തന്നെ നമ്മുടെ ഹൈപ്പും കൂടെ പോയിൻ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇന്നലെയും പറഞ്ഞായിരുന്നു ബെൽ ബട്ടണും കൂടെ നിങ്ങൾ ഓൾ എന്നുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഓണാക്കി ഇട്ടാലേ നമുക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതും കൂടെ ഒന്ന് ചെയ്യണേ. അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാവേ. അപ്പം ഈ ഡിസ്കിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വരുന്നവർക്കേ അറിയത്തുള്ളൂ ഇതിൻ്റെ വേദന എത്ര മാത്രം ഉണ്ടെന്നുള്ളത്. അത് അനുഭവിക്കുന്നവർക്ക് ഇപ്പോഴും നമുക്കിത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എണീറ്റ് നടക്കാൻ പറ്റത്തില്ല. ഇത് പലർക്കും പല രീതിക്കാണ് വരുന്നത്. എനിക്ക് ആദ്യം വേദന വന്നതെന്ന് വെച്ചാൽ കാലിൻ്റെ ഉപ്പൂറ്റിക്കായിരുന്നു വേദന വന്നത്. അപ്പം ഞാൻ ഓർത്തു രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നടക്കുമ്പോഴത്തേക്ക് ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദന, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറും. അപ്പം ഞാൻ ഓർത്തു എന്തെങ്കിലുമൊക്കെ പകലൊക്കെ നടന്ന് ജോലി ചെയ്യുന്നതിൻ്റെയൊക്കെ ആയിരിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളുകൊണ്ടായിരിക്കും എന്നൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല. ആ ഉപ്പൂറ്റിയുടെ വേദന കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാലിലേക്ക് കയറാൻ തുടങ്ങി. അത് കഴിയുമ്പോൾ നടുവിന് ചെറിയ ചെറിയ വേദന. അപ്പോൾ ഓർത്ത് സിസറിനൊക്കെ കഴിഞ്ഞല്ലേ, അപ്പം എല്ലാവർക്കും നടുവേദന അതിൻ്റെ കൂടെ ബോണസായിട്ട് കിട്ടുന്നതാണല്ലോ, അതാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഇരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെയും ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് പോകുന്തോറും ഈ നടുവേദന കൂടി വരുന്നു. ഒരു ജോലി നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങളെ എടുക്കാൻ പറ്റും. ഇവരൊക്കെ കുഞ്ഞുങ്ങളായിരുന്ന സമയത്താണ് എനിക്ക് ഈ പ്രശ്നം ഇത്രയും കൂടുതലായിട്ട് വന്നത്. അപ്പം അങ്ങനെ വന്നു. അന്നൊന്നും ഇത്രയും വണ്ണമൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഓവർ വണ്ണമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും പറയും വണ്ണമൊക്കെ വെച്ച് കഴിയുമ്പോഴാണ് ഇങ്ങനെ വരുന്നില്ല. വണ്ണം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചില സമയത്ത് നമ്മൾ എന്നേലൊക്കെ ഒരു വെയിറ്റ് എടുക്കുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് പിന്നെ ചിലർക്ക് ഈ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ചിലർക്ക് ഇങ്ങനെ ഡിസ്കിൻ്റെ പ്രശ്നം വരുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഈ നടുവ് വളച്ചിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് വരുന്നതെന്നൊക്കെ പറഞ്ഞത് അതൊക്കെ എത്രമാത്രം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഓരോരുത്തരും പറഞ്ഞുള്ള ഇതാണ്, ഡോക്ടേഴ്സ് ഒന്നും പറഞ്ഞിട്ടുള്ള കാര്യമൊന്നും അല്ല കേട്ടോ, ഓരോരുത്തർ പറഞ്ഞുള്ള ഇതൊക്കെയാണ്. അതുകൊണ്ട് അത് എത്രമാത്രം സത്യം ഉണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും നമുക്ക് ഡിസ്കിൻ്റെ കാര്യമാണ് നമുക്കിവിടെ പറയാനായിട്ടുള്ളത്. ഓരോരുത്തർക്കൊക്കെ ചിലർക്കൊക്കെ വേദനയുണ്ട്, ചിലർക്കൊക്കെ വേദനയില്ല, ചിലർക്ക് നടുവ് വളയ്ക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അതിനുള്ള ഒരിതാണ് പറയുന്നത്. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ കേൾക്കണം കേട്ടോ. കേട്ടതിന് ശേഷം വേണം, ഞാനിത് ആരെയും നിർബന്ധിച്ച് ഇതിലേക്ക് ഞാൻ വിടുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഡോക്ടറെ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് പോകാം. അല്ലാതെ ഞാനിതൊരു നിങ്ങളിവിടെ കാണിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുകയല്ല. കാര്യം നാളെ ഇനി ഒരു ഇത് പറയരുത്, നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയും കൂടെ പറയുന്നത്. ഞാൻ ആ ഡോക്ടറുടെ നമ്പർ ഇതിനകത്ത് ഇടാം, ഇപ്പോൾ തന്നെ ഞാൻ നമ്പർ ഇടാം. നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഞാൻ പറഞ്ഞു കഴിയുമ്പം ഏതെങ്കിലും ഒരു ഇത് നിങ്ങൾക്ക് അത് പറയുന്നത് തിരിയാതെ വരുമോ, എന്തെങ്കിലും ചെയ്താൽ നമ്പർ മാറിപ്പോയെങ്കിൽ എന്നെ ചെയ്യും. അതുകൊണ്ടാണ് സ്ക്രീനിൽ തരുന്നത്. സജു എന്നാണ് പറയുന്നത് ഡോക്ടറുടെ പേര്. എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഭയങ്കര വിശ്വാസം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമായതുകൊണ്ടാണ്. എനിക്ക് റിസൾട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ മറ്റുള്ളവർ വന്നിച്ചത് പറയുള്ളൂ. എനിക്ക് അത്രയ്ക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ്. ഞാൻ ഒരു ഡിസംബർ മുതൽ എനിക്ക് ഈ ഡിസ്കിൻ്റെ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് ഇതിന് മുന്നേ വന്നും പോയി നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ നമ്പർ ഇട്ടതിന് ശേഷം ബാക്കി കാര്യം പറയാവേ. ഇതാണ് ഡോക്ടറുടെ നമ്പർ. കാര്യം എന്നാന്ന് വെച്ചാൽ ഈ ബാക്കി പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പർ കിട്ടുവാണെങ്കിൽ അവരത് എടുത്തോട്ടെ എന്നോർത്തുകൊണ്ടാണ് പറയുന്നത്. അപ്പം എനിക്ക് ഒരു ഡിസംബർ മുതലായിരുന്നു ഈ ഡിസ്കിൻ്റെ. ഇതിന് മുന്നേ എനിക്ക് വന്നാണ്. ഇവരൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ പെട്ടെന്ന് നടു ഇങ്ങനെ ഒരുമാതിരി ഉളുക്കുന്ന പോലെ വന്നേച്ച് നടു വെട്ടുന്ന പോലെ ഒന്നിച്ച് എനിക്ക് ശ്വാസം പോലും എടുക്കാൻ മേലാത്ത പോലെ വേദനയായിപ്പോയി. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുന്നത്. കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡിസ്കിൻ്റെ കുഴപ്പമാണ്, ഇതിന് ഇനി ട്രീറ്റ്മെൻറ്റ് ഒന്നും പ്രത്യേകിച്ചില്ല, ഇത് ജീവിതകാലം മൊത്തം ഇയാളുടെ കൂടെ ഉണ്ട് ഈ വേദന എന്ന് പറഞ്ഞു. പക്ഷേ അന്നേരം തന്നെ എനിക്ക് മാനസികമായിട്ട് വല്ലാതായി കേട്ടോ. അന്നേരം നമുക്ക് ഇത്രയും പ്രായമില്ല, ഇവർ കുഞ്ഞുങ്ങളാണ്, ആ പ്രായം അത്രയേ ഉള്ളൂ, ഇനി ഇത്രയും കാലം കൂടി ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ ഓർത്തപ്പോഴത്തേക്ക് ഭയങ്കര വിഷമം വന്ന്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത്, അതും നല്ലൊരു ഡോക്ടറെ എന്നെ കൊണ്ട് കാണിച്ചത്,
അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് പ്രത്യേകിച്ച് ഇനി ഇതൊന്നുമില്ല, റെസ്റ്റ് എടുക്കലേ ഉള്ളൂ ഇതിന് മരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഞാൻ പിന്നെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഗുളിയൊക്കെ കഴിച്ച് കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തപ്പം വേദന അങ്ങ് മാറി കഴിയുമ്പോൾ നമുക്ക് ഈ പ്രായം കൂടുന്തോറുമാണ് ഇതിൻ്റെ വേദന കൂടിക്കൂടി വരുന്നത്. അപ്പം നമ്മൾ ആ സമയത്തൊക്കെ നമുക്ക് ഈ ആരോഗ്യത്തിൻ്റെ പുറത്ത് നമ്മൾ അങ്ങ് നടന്ന് ജോലി ചെയ്യും, വേദനയൊക്കെ ഒരുപെട്ടൊക്കെ അങ്ങ് സഹിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ നടന്ന് ഞാൻ എല്ലാ ജോലിയും ചെയ്യുമായിരുന്നു കേട്ടോ. എല്ലാ ജോലിയും ചെയ്ത് പിന്നെ എനിക്കിങ്ങനെ വേദന കൂടിയപ്പോൾ ആയുർവേദത്തിൽ കാണിക്കാമെന്ന് പറഞ്ഞു. ആയുർവേദത്തിൽ 1 മാസത്തെ ചികിത്സ ചെയ്തു. ഈ പലകക്കട്ടിലേക്ക് കിടന്ന് എന്നെ എൻ്റെ കിഴി വെക്കുവോ ഏതാണ്ടൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു, തൈലമിട്ട് ഏതാണ്ടൊക്കെ ഇതൊക്കെ ചെയ്ത് അവർ തിരുമോ ഏതാണ്ടൊക്കെ ചെയ്ത് 1 മാസം ഞങ്ങൾ ചെയ്ത് നല്ലൊരു തുകയായതല്ലാതെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് യാതൊരു കുറവും കിട്ടിയില്ല കേട്ടോ. ഇരട്ടി വേദന ആയതുള്ളൂ. 1 മാസം അവിടെ കിടന്ന് ചികിത്സിച്ചാണ്. എന്നിട്ട് അങ്ങനെ ആയുർവേദം നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞു, ഇംഗ്ലീഷ് മരുന്നിനേക്കാൾ നല്ല ആയുർവേദമാണ്, മാറിക്കിട്ടും. അപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു മാറിക്കിട്ടും എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ അത്രയും ദിവസം 1 മാസം കിടന്നിട്ട് ഒരു കുറവും കിട്ടിയില്ല കേട്ടോ. കിട്ടാതെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് കൂടുതലായി ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഞങ്ങളോട് എല്ലാവരും പറഞ്ഞു ഇൻഡോ അമേരിക്കയെ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു. ഇൻഡോ അമേരിക്കയെ കൊണ്ടുപോയി കാണിച്ച് വൈക്കത്ത് കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ആയുർവേദം ചെയ്തപ്പോൾ നീർക്കെട്ടായിപ്പോയി, അതുകൊണ്ട് അതിനുള്ള ഗുളിക തന്ന് നോക്കാം, നീർക്കെട്ട് കുറയുവാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ സർജറി ചെയ്യാനുള്ള തയ്യാറെടുപ്പ് വരാൻ പറഞ്ഞു. ആ ഗുളിക കൊണ്ടുവന്ന് ദൈവത്തെ വിളിച്ച് ദൈവത്തിൻ്റെ ഇത് കൂടെ കൊണ്ടാണ് കൂടുതൽ പ്രാർത്ഥിച്ച് ഗുളിക കഴിച്ച് 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് വേദനയും കുറഞ്ഞു, നീർക്കെട്ടം കുറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേദന വരുമ്പം ഈ നീർക്കെട്ടിൻ്റെ ഗുളിക മേടിച്ച് കഴിക്കും, കുറയും, അങ്ങനെ പോകുമായിരുന്നു. പോയി ഇങ്ങനെ ഇപ്പോൾ ഒരു കുറേ വർഷങ്ങളായിക്കൊണ്ട് അങ്ങനെ അങ്ങ് പോകുമായിരുന്നു. വേദനയുണ്ടില്ലെന്നല്ല, പക്ഷേ കുറച്ച് നേരം നിൽക്കുമ്പോൾ പിന്നെ ഇതുപോലെ കിടക്കും, അങ്ങനെയൊക്കെ ആയിട്ട് കാര്യങ്ങൾ പോകുമായിരുന്നു. അങ്ങനെ ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇച്ചിരി കൂടുതൽ ജോലി ഞാൻ ആ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി വിറകൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുക്കാനും ഒക്കെ ഒന്ന് കൂടി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു വേദന പോലെ വന്ന് മുട്ടുമടക്കാൻ മേലാത്ത പോലെ അയച്ച് കാല് ഭയങ്കര ഇടതുവശത്താണ് എനിക്ക് വേദന വന്നിട്ടോ. വന്ന് മുട്ടുമടക്കാൻ മേലാതായി, മുട്ട് നിവരത്തില്ല. അത് കിടന്ന് കഴിയുമ്പോൾ കുറച്ച് കുറയും, അങ്ങനെയൊക്കെ ആയിപ്പോയി. അങ്ങനെ പിന്നെ കിടന്നാലും കുറയാത്ത അവസ്ഥയായി. അങ്ങനെ പിന്നെയും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരാഴ്ചയൊക്കെ ഞാനിങ്ങനെ നീർക്കെട്ടിൻ്റെ ഗുളിയൊക്കെ മേടിച്ച് കഴിച്ചു, പക്ഷേ ഒരു കുറവില്ല. അപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം ഒരു നേരം തന്നെ 10-11 ഗുളികയുണ്ട്, 10,000 രൂപയാകും ഗുളികയ്ക്ക് തന്നെ. അങ്ങനെ തന്ന് ഈ ഗുളിയെല്ലാം കഴിച്ച് 10 ദിവസം കൂടുമ്പോൾ പിന്നെയും ചെല്ലണം, വീണ്ടും ഈ 3,000 രൂപയാകുന്നത് ഈ ഗുളികയ്ക്ക്. അങ്ങനെയായി. ഗുളികയുടെ പൈസ തന്നെയല്ല, ഒരു നേരം കഴിക്കാനായിട്ട് ഒരു 10 ഗുളികയോളം കാണും, 11 ഗുളികയോളം കാണുമായിരുന്നു ഒരു നേരം കഴിക്കേണ്ടത്. ഇതെല്ലാം കൂടെ കഴിച്ച് പെയിൻ കില്ലറുണ്ട്, എല്ലാം ഉണ്ട്. ആ ഗുളിക കഴിക്കുമ്പോൾ, വേദനയുടെ ഗുളിക കൊണ്ട് കഴിക്കുമ്പോൾ ഒരിച്ചിരി ആശ്വാസമൊന്നുള്ളൂ, ശരിക്കും വേദന മാറുന്നൊന്നുമില്ലാതെ. അങ്ങനെയായി. ലാസ്റ്റ് ഞാൻ ഓർത്ത് ഇനി എങ്ങും കാണിക്കുന്നില്ല, ഇനി ഗുളിക കഴിച്ച് എനിക്ക് തന്നെ തോന്നി എൻ്റെ കിഡ്നിയൊക്കെ അടിച്ച് പോകും, ഇനി ഞാൻ ചികിത്സിച്ചിട്ട് കാര്യമില്ലെന്നോണ്ട് അങ്ങനെ ഗുളിക കഴിപ്പെല്ലാം നിർത്തി. പിന്നെ ഡോക്ടർ ചെല്ലാൻ പറഞ്ഞാണ്, ഞാൻ പോവുകയൊന്നും ചെയ്തില്ല, ഇനി എന്നേലും ആട്ടെ എന്നൊക്കെ ഓർത്ത് പിന്നെ ആയുർവേദത്തിലൊക്കെ കാണിച്ചു. എല്ലാം കഴിഞ്ഞ് എന്നിട്ടും ഒരു കുറവില്ല. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ഡോക്ടറുടെ പേര് പറഞ്ഞത്. അപ്പോൾ എന്നോട് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, ഒത്തിരി എടുത്ത് ഞാൻ പിന്നെ ഇങ്ങനെ അന്വേഷിച്ചപ്പം പറഞ്ഞു സർജറി ആണെന്നല്ല. അപ്പോൾ സർജറി ചെയ്യാനായിട്ട് എനിക്കൊരു ധൈര്യക്കുറവ്. കാര്യം ഈ സർജറി ചെയ്ത് എനിക്കറിയാവുന്ന ഒരാളുണ്ട്, നടു വളയത്തില്ലെന്ന് പറഞ്ഞു. ആ സർജറി ചെയ്ത് ചിലർക്ക് കുഴപ്പമില്ല, ചിലർക്ക് നടുവളയും. അപ്പം നമ്മൾ ചോദിക്കുമ്പോഴും ഡോക്ടർ 100% ഒന്നും ഉറപ്പ് പറയുന്നില്ല. ചിലപ്പോൾ അത് ഓക്കെ ആകും, ചിലപ്പോൾ അത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയും കൂടെ ആയപ്പോഴത്തേക്കും നമുക്ക് ഒട്ടും ഒരു ധൈര്യമില്ലാതെ ഞാൻ പറഞ്ഞു എന്നാൾ ഇനി ഇങ്ങനെ പോട്ടെ, മരിക്കുന്നിടം വരെ ഇങ്ങനെ അങ്ങ് ജീവിക്കാം എന്ന് തന്നെ വിചാരിച്ചു. വേദനയുടെ ഗുളിക കഴിച്ചോ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. പക്ഷേ വേദനയുടെ ഗുളിക കഴിച്ചാൽ പോലും കുറയാത്തൊരവസ്ഥയിലൊക്കെ ആയിരുന്നു ഞാൻ. പിന്നെ എൻ്റെ നടുവിന് നീറ്റലായി തുടങ്ങി. എൻ്റെ നടുവിനകത്ത് നമുക്കിങ്ങനെ നീറുന്ന പോലെ അങ്ങ് ഒരു ഇതായിരുന്നു, വേദനയും നീറ്റലും ഒക്കെ ആയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഡോക്ടർ, സത്യം പറഞ്ഞാൽ ദൈവദൂതൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ്. പിന്നെ ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ, ഒത്തിരി ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത്, ഞാൻ നിങ്ങളോടൊക്കെ പറയുന്ന തന്നെ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴേ എൻ്റെ അമ്മയുടെ ചേച്ചി വിളിച്ചേച്ച് പറയുന്നത്, നേടി മോനെ എൻ്റെ അടുത്തൊരു ഡോക്ടറുണ്ട്, നീ ഒന്ന് കാണിച്ച് നോക്ക്, അഡ്മിറ്റ് ആക്കത്തില്ല, ആഴ്ചയിൽ ഒരു ദിവസം അവിടെ വരുന്നുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് സാറ്റർഡേയാണ് മുണ്ടാക്കിയതായി കൊണ്ടേ കാണിക്കുന്നത്. ഡോക്ടർ എറണാകുളം കല്ലൂരുണ്ട്. നിങ്ങൾ എവിടെ കൊണ്ടോ നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തെങ്ങാനുമാണ് ഡോക്ടറുടെ OP ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി കാണിക്കാം. അല്ലാതെ ഞാൻ കൊണ്ട് കാണിച്ച മുണ്ടയ്ക്കാണ്, എനിക്ക് റാന്നിയിൽ നിന്ന് മുണ്ടയ്ക്കാൻ പോകാനാണ് എളുപ്പം. അങ്ങനെ അവിടെയാണ് കൊണ്ട് കാണിച്ചത്. സെക്കൻഡ് സാറ്റർഡേയാണ് വരുന്നത്. അവിടെ വന്ന് ഞാൻ കൊണ്ട് കാണിച്ചാൽ ഇറങ്ങി അവിടെ ഇട്ട് ചെല്ലുമ്പോൾ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലാതെ പോയത്. കാര്യം എവിടെ ചെന്നാലും ഇത് മാറത്തില്ല എന്ന് പറഞ്ഞ് മാത്രമേ എന്നെ വിട്ടിട്ടുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഡോക്ടർ എക്സ്റേ നോക്കിയതേ പറഞ്ഞു, ഇത് മാറ്റിത്തരാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് ഗുളികയും കാര്യങ്ങളൊന്നും എനിക്ക് ഒരുപാട് തന്നില്ല കേട്ടോ. കാൽസ്യം, വൈറ്റമിൻ, അങ്ങനെ എന്തോ എല്ലാം കൂടെ ചേർന്നൊരു ഗുളിക
ഒരു 20 എണ്ണം തന്ന് 20 ദിവസം കഴിക്കാനെന്നും പറഞ്ഞുകൊണ്ട്. അതേ ഉള്ളൂ, 20 എണ്ണം 10 ദിവസമാണ്, 10 ദിവസം തോന്നുന്നു, അങ്ങനെയാണ് കഴിക്കേണ്ട, അത്ര തന്നുള്ളൂ ഗുളിക, അല്ലാതെ ഒരുപാട് ഗുളിയൊന്നും തന്നില്ല എനിക്ക്. അങ്ങനെ അതും കഴിച്ച് ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ പിടിച്ച് മുട്ട് മടക്കാൻ മേലാന്നാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. 2 കാലിനും ആ വേദനയും ആയായിരുന്നു. തിരിച്ച് ഞാൻ കയറിയപ്പോഴത്തേക്ക് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. ഞാൻ ആ കമ്പി പിടിക്കാതെ തന്നെ സ്റ്റെപ്പ് കയറി വെള്ളോട്ടുന്നു. ഒത്തിരി സ്റ്റെപ്പൊന്നും ഇല്ല കേട്ടോ, കുറച്ച് സ്റ്റെപ്പേ ഉള്ളൂ. ഇനി എല്ലാവരും ഓർക്കും സ്റ്റെപ്പൊക്കെ ഇറങ്ങണമല്ലോ, എങ്ങനെ ഇറങ്ങും എന്നൊക്കെ. പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ചെറിയ സ്റ്റെപ്പേ ഉള്ളൂ, ഒരുപാട് സ്റ്റെപ്പൊന്നും ഇല്ല. അങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്ന പോലെയല്ല, കയറിപ്പോയപ്പോൾ ഇച്ചിരി നല്ലതായിട്ട്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. കാര്യം ഇത്രയും മാറ്റം വന്നെങ്കിൽ ഇത് മാറും എന്നെനിക്കൊരു വിശ്വാസമായി. അങ്ങനെ അപ്പം നമുക്ക് ഇതവിടെ ചെന്ന് നമുക്ക് പിടിച്ചിടുക എന്ന് പറയും. കാലും നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള ഈ കൈയും കാലും ഒക്കെ പിടിച്ചിടുക. പക്ഷേ നിങ്ങൾ അന്നേരം ഓർക്കും ഭയങ്കര വേദനയായിരിക്കും എന്ന് വിചാരിക്കുക. ആ ഡോക്ടർ നമ്മൾ വേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ് അന്നേരം ഡോക്ടർ പറയും ഇല്ല ഓക്കെ ഞാൻ പതിയെ എന്നും പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലാതെ നമ്മളെ വേദനിപ്പിച്ച് ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോക്ടർ കേട്ടോ, മുഷിയോട് പിടിച്ച ഡോക്ടറൊന്നും അല്ല. ചില ഡോക്ടറുണ്ടല്ലോ ഭയങ്കര ദേഷ്യം, അങ്ങനെയല്ല, വേദനയൊക്കെ എടുക്കും, അതൊക്കെ സഹിക്കാന്നുണ്ടെങ്കിൽ മതി എന്നൊക്കെ പറയുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഇത് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഈ ഡോക്ടർ അങ്ങനെ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടുത്തൊന്നുമില്ല. നമ്മളോട് പറയും ഇല്ല അത് ഓക്കെ ആക്കാം, പേടിക്കണ്ട കേട്ടോ, ധൈര്യമായിട്ടിരുന്നു, ഒരു പ്രശ്നവും വരത്തില്ല എന്നും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് നമുക്കിത് ചെയ്തു തരുന്നത്. നമ്മുടെ കൂടെ ആരെങ്കിലും ഒരാളും കൂടെ വേണം. അങ്ങനെയാണ് നമ്മൾ ഒരാളും കൂടെ കൂടുകയാണ്. എൻ്റെ കൂടെ ചേട്ടനാണ് വന്നത്. ഇച്ചിരി ആരോഗ്യമുള്ള ആരെങ്കിലും ഒരാളും കൂടെ ചെല്ലണം. അങ്ങനെയാണ് 2 പേര് കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് പോയി ഈ ഡിസ്കിൻ്റെ വേദന പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. കാര്യം എന്നാന്ന് വെച്ചാൽ അത് പിന്നെ ഒരു കാര്യം, ഈ ഡോക്ടർ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. എന്നോട് 1 മാസം ഫുള്ള് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഫുള്ള് കിടക്കാനല്ല എന്നോട് പറഞ്ഞത്, അത്യാവശ്യം വീട്ടിൽ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തു. കുനിഞ്ഞ് നടുവളച്ചൊരു സാധനം നിലത്തുനിന്ന് എടുക്കരുതെന്ന് പറഞ്ഞു ഈ 1 മാസത്തേക്ക്. കാര്യം ഇങ്ങനെ പിടിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുനിഞ്ഞ് വെയിറ്റുള്ള സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ നടു വെട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്കങ്ങനെ പറഞ്ഞു നടു വെട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു പേടിയുള്ളതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഇവിടെ എല്ലാവരും എൻ്റെ കൂടെ അതിന് സഹകരിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ആ 1 മാസം കഴിഞ്ഞ് ഇപ്പം നല്ല വ്യത്യാസമുണ്ട്. എനിക്ക് നടക്കുന്നതിന് എനിക്ക് നടക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നടക്കുക തന്നെയല്ല, എനിക്കിങ്ങനെ ഇരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ലൈവൊക്കെ ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ എന്തോരം ഞെളിവിൽ കൊണ്ടാണ് ലൈവ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള പഴയ ലൈവൊക്കെ കാണുമ്പോൾ പറയും. കാര്യം കാല് കുറച്ച് നേരം മടക്കി വെക്കാൻ പറ്റത്തില്ല, നിവർത്ത് വെച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നടുവിന് വേദന വരും. പിന്നെ അത് കഴിയുമ്പോൾ കാല് പതിയെ എടുത്ത് ഒരു കൈ കൊണ്ടാണ് കാലെടുത്ത് ഇങ്ങനെ വെക്കുന്നത്. അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. അതിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് മാറ്റം വന്നു. പിന്നെ ഇപ്പം ഞാൻ കുറേശ്ശൊക്കെ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുനിഞ്ഞോരോന്നൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വെയിറ്റ് ഉള്ളതല്ല, അല്ലാതെ എന്നിലൊക്കെ ഒന്ന് നിലത്ത് വീണാൽ അതൊന്ന് കുനിഞ്ഞെടുക്കാനും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്കങ്ങനെ അത്രയും പ്രശ്നമായിട്ട് വരുന്നില്ല. ഏറ്റവും വലിയ എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ കാലിൻ്റെ മുട്ട് മടങ്ങി, അതാണ് എനിക്ക് ഏറ്റവും വെച്ചാൽ. മറ്റേത് ആ കാലിൻ്റെ മുട്ട് മടങ്ങത്തില്ലായിരുന്നു. കുറച്ച് മടക്കി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ജീവൻ പോകുന്ന വേദനയായിരുന്നു എനിക്ക്. അപ്പം ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട്. അപ്പോൾ എനിക്ക് മാത്രമല്ല കേട്ടോ, ഇത് ഞാൻ കൊണ്ടുപോയി കൂട്ടിക്കൽ എവിടെ കാണിച്ച്, അപ്പോൾ അങ്ങോട്ട് പറത്താനോ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടങ്ങളിൽ ഒത്തിരി പേർക്ക് മാറ്റം വന്ന്. അങ്ങനെയാണ് ഞാനും പോയത്. അങ്ങനെ അവിടെ ഉള്ളവർക്ക് ഒത്തിരി പേര്, അവിടെയൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ഈ നാട്ടുമ്പുറമാണ്, പശുവിനെ വളർത്തുകയും പറമ്പിൽ ചെയ്യുന്നവരും ഒക്കെയാണ് അവിടെ ഉള്ളവരൊക്കെ. അപ്പോൾ അങ്ങനെ ആ പശുവിനെ വളർത്തുകയും പറമ്പിൽ പണി ചെയ്യുന്നവർക്കൊക്കെയാണ് ഇങ്ങനെ ഡിസ്കിൻ്റെ പ്രശ്നം വന്നവരെല്ലാം ഇവിടെ കൊണ്ട് കാണിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്കൊക്കെ മാറി. ഇപ്പോൾ അവർ പഴയ പോലെ തന്നെ എല്ലാ ജോലിയും അവർ ചെയ്യുന്നുണ്ട്. അവരുടെ വീട്ടിൽ പശുവിനെയൊക്കെ അഴിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പശു ഒന്ന് മുന്നോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഓടി നിൽക്കും. ഡിസ്കിനൊക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ അവിടെ കിടക്കും അന്നേരം. അങ്ങനെയൊക്കെ ഉള്ളവർ പോലും ആ ഒരു ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഈ പശുവിൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കുക, എല്ലാം ചെയ്യുന്നുണ്ട്, പറമ്പിലെ പണി ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിലൂടെയും കൂടെ ആണ് നിങ്ങളോട് ഇത് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ഈ വേദന അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ ഡോക്ടറെ ഒന്ന് കാണിച്ച് നോക്കുക, നിങ്ങൾക്ക് അതിന് നല്ല റിസൾട്ട് കിട്ടും. എനിക്ക് എൻ്റെ അത്രയും അവസ്ഥ ആർക്കും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇത് തുടക്കക്കാർക്ക് പെട്ടെന്ന് മാറി കിട്ടുന്നുണ്ട് കേട്ടോ. അവരൊക്കെ ഒറ്റ പ്രാവശ്യം പോയാൽ മതി. നമ്മൾ ചെല്ലുമ്പോൾ ഡോക്ടർ നമ്മളുടെ ഏജും കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കി നമ്മുടെ ഇതിന് എത്ര നാളത്തെ പഴക്കമുണ്ട് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് നമ്മളോട് വീണ്ടും ചെല്ലുന്നതിനെ പറ്റി പറയുന്നത് കേട്ടോ. ഒറ്റ പ്രാവശ്യം ചെല്ലുന്നവരുണ്ട്, 2 പ്രാവശ്യം ചെന്ന് മാറുന്നവരുണ്ട്, 3 പ്രാവശ്യം ചെല്ലുന്ന പറയുന്നുണ്ട്. അങ്ങനെ നമ്മളോട് പറയുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ചെല്ലുകയും ചെയ്യണം. ഡോക്ടർ പറയുന്ന പോലെ തന്നെ മെഡിസിൻ ഒന്നുമില്ല കേട്ടോ. വേറെ പെയിൻ കില്ലറോ കാര്യങ്ങളോ ഒന്നും ഡോക്ടർ തരുന്നില്ല നമുക്ക്. എനിക്കൊന്നും തന്നില്ലായിരുന്നു, ഒരു വേദനയുടെ ഗുളികയും തന്നില്ലായിരുന്നു. ഞാൻ ഈ ഡോക്ടറെ കണ്ടതിന് ശേഷമാണ് വേദനയുടെ ഗുളിക കഴിപ്പ് നിർത്തിയത്. അപ്പം അത്രമാത്രം അതിനൊരു ഇതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചോണം. ഡിസ്കിൻ്റെ വേദന ഉള്ളവർ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് എത്രമാത്രം നിങ്ങൾക്ക് വേദന എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതിന് പെയിൻ കില്ലർ ഇല്ലാതെ നമുക്ക് നടക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ നിങ്ങളൊന്ന് പോയി കാണിച്ച് നോക്കുക, നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. എനിക്ക് നല്ല മാറ്റം വന്നു. ഞാൻ ഇങ്ങനെയൊന്നുമല്ല, എനിക്ക് ഭയങ്കര സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുമായിരുന്നു. ആ വേദന അങ്ങോട്ട് വന്ന് സഹിക്കാൻ മേലാതെ വരുമ്പോഴത്തേക്ക്. അങ്ങനെ ചിലപ്പോൾ ഞാൻ ഓർക്കുന്നെങ്കിൽ ചത്താൽ മതി. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അതുപോലെ അങ്ങ് വേദനയായിരുന്നു കേട്ടോ. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നത്. ഞാൻ പറയാം, നമ്മൾ ഒരു
ആ പ്രാർത്ഥനയുടെ ഒരു ഇതും കൂടെ ഉണ്ട് കേട്ടോ. ആ പ്രാർത്ഥനയുടെ ഇതിലൂടെ എനിക്ക് ഈ വേദന അസുഖം മാറാനായിട്ട് ഒരു മാർഗം കാണിച്ചു തരണേ എന്നും പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അങ്ങനെ മാർഗം കാണും എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എനിക്ക് അധികം താമസിക്കാതെ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടി. ആ ഡോക്ടറെ കണ്ടു. അത് ഇത്രയും എനിക്ക് മാറ്റവും കിട്ടി. അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിച്ച നമ്പരും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് വിളിച്ച് നോക്കുക. വിളിച്ച് നോക്കിയേച്ച് നിങ്ങൾ ഏത് സ്ഥലത്താണ് ഉള്ളതെന്ന് വെച്ചാൽ ആ സ്ഥലം പറയാം. അപ്പോൾ ഡോക്ടർ ആ ഏരിയയിൽ എവിടെയെങ്കിലുമാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കപ്പം പറയാമല്ലോ. ഡോക്ടറുടെ മെയിൻ ഇത് എറണാകുളമാണ്. ബാക്കി സ്ഥലങ്ങളിലൊക്കെ അല്ലാതെ ആഴ്ചയിൽ ഒരു ദിവസമാണ് വരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ ഏതാണ് എളുപ്പമുള്ള സ്ഥലം എന്ന് വെച്ചാൽ അവിടെ പോവുക. ഇത് ആ മുണ്ടക്കയോ എന്ന് പറയുന്നത് എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഈ മുണ്ടക്കയോ എവിടെയാണ്, വയനാടാണോ എന്ന് വെച്ചാൽ അല്ല കേട്ടോ, കോട്ടയം മുണ്ടക്കയോ ആണ്. കോട്ടയം മുണ്ടക്കയാണ് ഞാൻ പറയുന്നത്. കോട്ടയം മുണ്ടക്കം കൂട്ടിക്ക റോഡിലോട്ട് പോകുന്ന വഴിക്കാണ് ഇതുള്ളത്, ഈ ഹോസ്പിറ്റൽ. അത് ഡോക്ടറെ വിളിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ ഏത് സ്ഥലത്ത് വെച്ചാൽ ഡോക്ടർ കറക്റ്റ് ലൊക്കേഷൻ അയച്ചു തരും. നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് ചെല്ലാനും പറ്റും. അപ്പം എനിക്ക് പ്രയോജനപ്പെട്ടത് മറ്റൊരാൾക്കൂടെ പ്രയോജനപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്നോർത്താണ് ഞാൻ ഈ ആയുർവേദത്തിലൊക്കെ കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു തന്നെയെന്നറിയാം. ആയുർവേദത്തിൽ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്തു. അവർ പറഞ്ഞത് കുനിയരുത്, ഒരു ഗ്യാസ് കുറ്റി എടുക്കരുത്, കുഞ്ഞുങ്ങളെ എടുക്കരുത്, പിന്നെ നടുവളച്ചൊരു സാധനം കുനിഞ്ഞെടുക്കരുത്, മിറ്റം തൂക്കരുത്, തുണി അലക്കരുത്, പിന്നെ കുറേ നേരം ഒന്ന് പാത്രം കഴുകരുത്, അടുപ്പിൽ നിന്ന് വെയിറ്റുള്ള സാധനങ്ങൾ എടുക്കരുത്. പിന്നെ നമുക്ക് എന്നത് ഒരു വീട്ടിൽ ജോലിയുള്ളത്, ഒരു വീട്ടിൽ പെണ്ണുങ്ങൾക്ക് ജോലി എന്ന് പറഞ്ഞാൽ തൂക്കുക, അലക്കുക, വീട്ടിൽ ആഹാരം ഉണ്ടാക്കുക. ഇതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊരു മരപ്പാവ മാതിരി നമുക്ക് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. എന്നെക്കൊണ്ടൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. ജോലി ചെയ്യാതെ എവിടെയൊക്കെ അത് ചുരുണ്ടുകൂടി ഇരിക്കുക എന്നുള്ളത് കാര്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ എവിടെയെങ്കിലും എന്നാ എല്ലാം നോക്കി അന്നേരം എനിക്കതൊരു ജോലിയായിട്ടേ തോന്നിയിട്ടുള്ളൂ. അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെയാണ് ആയുർവേദത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഡോക്ടറിനോട് അങ്ങനെയൊന്നും പറഞ്ഞില്ല കേട്ടോ. അത്യാവശ്യം വീട്ടിൽ ജോലിയൊക്കെ ചെയ്തു. നടു വളയ്ക്കരുത് ഈ ഒരു മാസത്തേക്ക്, ഇങ്ങനെ പിടിച്ചിട്ടേക്കുന്നതുകൊണ്ടാണ് നടുവെട്ടാൻ സാധ്യതയുണ്ട് തന്നെ. അപ്പം സജു എന്നാണ് ഡോക്ടറുടെ പേര്. അപ്പം ഞാൻ ആ ഒരു നമ്പറിനകത്ത് ഇട്ടേക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അതിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കുക, ലൊക്കേഷൻ ഡോക്ടർ അയച്ചു തരുന്നതായിരിക്കും. എന്നാൽ എൻ്റെ അനുഭവം വെച്ച് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. എൻ്റെ അനുഭവത്തിലൂടെയുള്ള കാര്യങ്ങളാണ് ഞാൻ എല്ലാം വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. നിങ്ങൾക്കത് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് നോക്കുക, ചെല്ലുക. അഡ്മിറ്റ് ആക്കത്തില്ല, നമ്മൾ പോയി വരാവുന്ന രീതിക്ക് തന്നെ നമുക്ക് പോയിട്ട് വരാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. ആർക്കെങ്കിലും ഒത്തിരി പേരുണ്ട് ഇതിൻ്റെ നമ്പർ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ളവരോ അല്ലെങ്കിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കോ ആർക്കെങ്കിലും ഒരാൾക്കത് പ്രയോജനപ്പെടട്ടെ എന്ന് ഓർത്തിട്ടാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ പിന്നെ കാണാവേ.